നിങ്ങൾക്കറിയാമോ, സന്തോഷം എന്നത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചിലർ എന്തു തന്നെ ആയാലും ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും സന്തോഷത്തോടെ തുടരും. പക്ഷെ എങ്ങനെ? യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യം കണ്ടെത്തിയ ഒരു വൃദ്ധയുടെ കഥയാണിത്. ഒരു കാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വൃദ്ധ സ്ത്രീ താമസിച്ചിരുന്നു. ദയ, ജ്ഞാനം, എപ്പോഴും നിലനിൽക്കുന്ന സന്തോഷം എന്നിവയാൽ അവർ അറിയപ്പെട്ടിരുന്നു. ഗ്രാമവാസികൾ പലപ്പോഴും അവരുടെ ഉപദേശം തേടുകയോ അവരുടെ പ്രശ്നങ്ങൾ അവരുമായി പങ്കുവെക്കുകയോ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ അവരുടെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഒരിക്കലും ദുഃഖിതയെ തോന്നുന്നില്ല. കാര്യങ്ങൾ തെറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വിഷമം തോന്നാറില്ലേ? വൃദ്ധ ഒരു സൗമ്യമായ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ജീവിതം നല്ലതും ചീത്തയുമായ ദിവസങ്ങളുടെ സമ്മിശ്രമാണ്. ചില നിമിഷങ്ങൾ സന്തോഷം നൽകുന്നു, ചിലത് ദുഃഖം നൽകുന്നു. പക്ഷേ യഥാർത്ഥ സന്തോഷം എൻ്റെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അമ്പരന്നു പോയി യുവാവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നിങ്ങൾക്ക് എങ്ങനെ സന്തോഷവാനായിരിക്കും കഴിയും? തുടർന്ന് ആ വൃദ്ധ തൻ്റെ ഒരു ജീവിതാനുഭവം പങ്കുവച്ചു. എനിക്ക് ചെറുപ്പത്തിൽ സ്നേഹനിധിയായ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഭർത്താവും കുട്ടികളും. ഞങ്ങൾ സമ്പന്നരല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു. പിന്നീട് ഒരു ദിവസം ഭർത്താവ് രോഗബാധിതനായി. അദ്ദേഹത്തിന് ആവശ്യമായ മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസയില്ലായിരുന്നു. ഞങ്ങളെല്ലാം പരീക്ഷിച്ചു, പക്ഷെ അദ്ദേഹം മരിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു നിമിഷമായിരുന്നു അത്. സന്തോഷം ഒരിക്കലും എന്നിലേക്ക് തിരിച്ചു വരില്ലെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്നു. കാലം കടന്നു പോകും തോറും ദുഃഖത്തിൽ മുങ്ങിത്താഴുന്നത് എൻ്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ കുട്ടികൾക്ക് എന്നെ ആവശ്യമായിരുന്നു. വീണ്ടും പുഞ്ചിരിക്കാൻ ഒരു വഴി കണ്ടെത്തേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് മാറ്റിയത്. ജീവിതത്തിൽ എപ്പോഴും നല്ലതും ചീത്തയുമായ നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി. പക്ഷേ ബുദ്ധിമുട്ടുള്ളവ എൻ്റെ സന്തോഷം മോഷ്ടിക്കാൻ ഞാൻ അനുവദിച്ചില്ല. അപ്പോഴും സന്തോഷത്തോടെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുന്നത്? വൃദ്ധ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ ഞാൻ ഉണരുമ്പോൾ ഞാൻ എന്നെ തന്നെ ഓർമ്മിക്കും, ഇന്നൊരു പുതിയ ദിവസമാണ്. സന്തോഷിക്കാൻ എന്തെങ്കിലും ഞാൻ കണ്ടെത്തും. ചില ദിവസങ്ങൾ മറ്റുള്ളവയേക്കാൾ ഡിഫിക്കൽട്ടാണ്, പക്ഷേ എനിക്ക് എപ്പോഴും ചിലതെങ്കിലും കണ്ടെത്താൻ പറ്റും. അത് ചെറുതാണെങ്കിൽ പോലും. ഒരു പക്ഷേ സൂര്യൻ പ്രകാശിക്കുന്നുണ്ടാകാം, ഒരു പക്ഷേ ഒരു പുഷ്പം വിരിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ഫ്രണ്ടിനെ കാണാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. യുവാവ് ഒരു നിമിഷം ചിന്തിച്ചു, എന്നിട്ട് ചോദിച്ചു, പക്ഷെ ശരിക്കും ഭയാനകമായ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും? വൃദ്ധ പറഞ്ഞു, അത് എളുപ്പമല്ല, പക്ഷെ ഞാൻ എപ്പോഴും എന്നെ തന്നെ ഓർമ്മിപ്പിക്കും, എല്ലാം കടന്നുപോകും. ഏറ്റവും മോശ സമയങ്ങൾ പോലും എന്നേക്കുമായി നിലനിൽക്കുന്നതല്ല. കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ഇതും കടന്നുപോകും. എന്താണ് തെറ്റ് എന്ന് ശ്രദ്ധിക്കുന്നതിന് പകരം എപ്പോഴും നല്ലത് എന്താണ് എന്ന് കാണാൻ ശ്രദ്ധിക്കും. എൻ്റെ ആരോഗ്യം, എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന വസ്തുത. സന്തോഷം ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ മോശമായതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദുഃഖിതനായി തുടരാം, അല്ലെങ്കിൽ നല്ലത് കണ്ടെത്തി സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. ഇത് എല്ലായ്പ്പോഴും എളുപ്പമല്ല, ബട്ട് ഇറ്റ്സ് പോസിബിൾ. ആ ചെറുപ്പക്കാരൻ ആഴത്തിൽ വികാരഭരിതനായി. വൃദ്ധയുടെ ജ്ഞാനത്തിന് നന്ദി പറഞ്ഞു. അവരുടെ ഉപദേശം പിന്തുടരാൻ അവൻ തീരുമാനിച്ചു. ആ ദിവസം മുതൽ ആ വൃദ്ധ പഠിപ്പിച്ചതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും എന്തെങ്കിലും നല്ലത് കണ്ടെത്താൻ അവൻ ശ്രമിച്ചു. കാലക്രമേണ തൻ്റെ ജീവിതം എളുപ്പമാണെന്ന് അയാൾ മനസ്സിലാക്കി. കാര്യങ്ങൾ തെറ്റായി പോയപ്പോഴും പോസിറ്റീവായി തുടരാനും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും അവൻ പഠിച്ചു. സന്തോഷം ഒരു തെരഞ്ഞെടുപ്പാണ്. ജീവിതം എത്ര ബുദ്ധിമുട്ടുള്ളതായാലും നമുക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും നല്ലതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. വെല്ലുവിളികൾ വന്നു പോകും, പക്ഷേ ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ നമ്മെ ശക്തരും സംതൃപ്തരുമായി തുടരാൻ സഹായിക്കുന്നു.